CAA വിരുദ്ധ സമരങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നു എന്ന് ഷർജിൽ ഇമാം. പ്രതിഷേധ സമരങ്ങളിലെ പ്രസംഗങ്ങൾ വർഗീയമായപ്പോഴായിരുന്നു പിന്മാറ്റം. താൻ സമരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു അക്രമ സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഡൽഹി കർക്കർദൂമ കോടതിയിൽ ഷർജിലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. ബാലഗോപാൽ, വർഗീയമായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന സമയത്ത് താൻ അതിൽ നിന്നും പിന്മാറിയിരുന്നു എന്നാണല്ലോ പറയുന്നത്. മറ്റെന്തൊക്കെയാണ് വ്യക്തമാവുന്നത്? ബാലഗോപാൽ, കേൾക്കാമെന്ന് കരുതുന്നു. ബാലഗോപാലിനെ കേൾക്കാമെന്ന് കരുതുന്നു, പറയൂ. ഡൽഹിയിലെ കർക്കർദൂമ കോടതിയിൽ ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കവെയാണ് ഷർജീൽ ഇമാമിന്റെ അഭിഭാഷകൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ഷർജീൽ ഇമാമിന്റെയും ഉമർ ഖാലിദിന്റെയും ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കർക്കർദൂമ കോടതിയിൽ ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടയിൽ CAA വിരുദ്ധ സമരങ്ങളിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഷർജീൽ ഇമാം പിന്മാറിയിരുന്നു എന്നിപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. ഈ സമരത്തിന്റെ, അതായത് CAA വിരുദ്ധ സമരങ്ങളിൽ വർഗീയമായ പ്രസംഗങ്ങളും മറ്റും നടക്കുകയുണ്ടായ അതേ തുടർന്നാണ് അത് ബോധ്യമായതിനെ തുടർന്നാണ് ഈ സമരങ്ങളിൽ നിന്ന് ഷർജീൽ ഇമാം പിന്മാറിയിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2020 ജനുവരി 2 ശേഷം അദ്ദേഹം ഈ സമരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരിയിലായിരുന്നു ഡൽഹിയിൽ ഈ കലാപവുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ നടന്നിരുന്നത്. CAA വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി താൻ നേതൃത്വം നൽകിയിരുന്ന സമയത്ത്, അതായത് ഷർജീൽ ഇമാം നേതൃത്വം നൽകിയിരുന്ന സമയത്ത് ഡൽഹിയിൽ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഈ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ CAA സമരവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ ഷർജീൽ ഇമാം അതിൽ നിന്ന് പിന്മാറിയിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഇതാദ്യമായിട്ടാണ് ഒരു കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കർക്കർദൂമ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ, കലാപവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഷർജീൽ ഇമാമിന്റെ അഭിഭാഷകൻ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസിന്റെ തുടർ നടപടികൾ ഇപ്പോഴും കർക്കർദൂമ കോടതിയിൽ തുടരുകയാണ്. മോത്തി, ശരി. ബി ബാലഗോപാലാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ബാലഗോപാലിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.